ഒരു സൈനികൻ സുഹൃത്തിനോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് സൈന്യത്തിലെത്തിയതെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഭാര്യയില്ല, യുദ്ധം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സൈന്യത്തിലെത്തിയതെന്ന്. തിരിച്ച് അതേ ചോദ്യം അയാൾ സുഹൃത്തിനോട് ചോദിച്ചു. മറുപടി അപ്പം തന്നെ വന്നു, എനിക്ക് ഭാര്യയുണ്ട്, സമാധാനം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സൈന്യത്തിലെത്തിയതെന്ന്. ഒരേ ക്വസ്റ്റ്യനുള്ള രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങളാണ് നമ്മൾ കേട്ടത്. എപ്പോഴും അങ്ങനെ തന്നെയാണ് ലൈഫിൽ. ഒരേ ലക്ഷ്യത്തിലെത്തിയവരെല്ലാം ഒരേ പാത പിന്തുടരുന്നവരൊന്നും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല അല്ലെ. ഒരേ സാഹചര്യം ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരേ തരത്തിലായിരിക്കില്ല അവരവിടെ എത്തിയതൊന്നും, ഒരേ കാരണമായിരിക്കില്ല അവരെത്തിയതിന്റെ കാരണം. അപ്പൊ ഇതെല്ലാം എല്ലാവരും വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇപ്പൊ കൊടുമുടി കീഴടക്കുന്നവര് ഒരേ ലക്ഷ്യത്തിലെത്തിയാലും ആ ഒരു പാത പിന്തുടർന്നത്, അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവരുണ്ടാവും. ചിലർക്കത് നിത്യവൃത്തിയാണ്, ചിലർക്കത് അന്തസ്സാണ്, ചിലർക്ക് നല്ലൊരു പദവിയാണ്, ചിലർക്കത് ഒരു സാഹസികതയാണ്. ഇതെല്ലാം ഓരോ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ഡോക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ടീച്ചർ ആണെങ്കിൽ പോലും നമുക്കത് സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്വയം പ്രേരിതരായിട്ട് വരുന്നവരുണ്ട്. ചിലർ നിർബന്ധിച്ച് നമ്മൾ ആ പ്രൊഫഷൻ ചൂസ് ചെയ്തവരുണ്ട്. ചിലർക്കത് സാമൂഹ്യ സേവനമായിട്ട് കാണുന്നവരുണ്ട്. ചിലർക്കത് മറ്റുള്ളവർക്ക് മുന്നിൽ പറയാനായിട്ട് നല്ലൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെ സാഹചര്യമാണ് അല്ലേ. അപ്പം എപ്പോഴും നല്ല അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും മുളയ്ക്കാതെ പോകുന്ന വിത്തുകളുണ്ട് അല്ലേ, അല്ലെങ്കിൽ മുളയ്ക്കാതെ പോകുന്ന ജീവിതങ്ങളുണ്ട്. നല്ല പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും വൻ വൃക്ഷമായെന്നവരുണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഡിപ്പെൻഡായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും നമ്മൾ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നമ്മൾ തന്നെ കണ്ടെത്തണം. പലപ്പോഴും നമ്മൾ ഡൗൺ ആയിട്ട് വരാം. നമുക്ക് ലൈഫിൽ ചിലപ്പോൾ മരിക്കണം എന്ന് വരെ തോന്നിയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാവാം. അതൊക്കെ നമുക്ക് മാറ്റിവെച്ച് നല്ല രീതിയിൽ ഇപ്പോൾ ഇനി മുന്നോട്ട് എന്താണ്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാനുള്ള വക നമ്മൾ തന്നെ കണ്ടെത്തി, നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ആ ഊർജ്ജം നമ്മളിലൂടെ തന്നെ പ്രവഹിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും പലരുടെ ജീവിതങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പ്രതികൂലമായിട്ടുള്ള ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർ എത്രയോ അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ വേറൊരു രീതിയിലൂടെ നമുക്ക് വഴിയിലൂടെ സഞ്ചരിച്ചാൽ പോലും മുന്നോട്ട് പോകണമെന്ന് വാശി പിടിച്ച് മുന്നോട്ട് പോയവരുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട്, ആ ഒരു ഊർജ്ജത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും ഒരിക്കലും തളർന്നു പോവാതിരിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും നമ്മളെ സ്വയം വിശ്വസിക്കാനും എപ്പോഴും നമ്മൾ തയ്യാറാവാം. എപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്യലൊക്കെ നിർത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എന്താണ് കഴിവ്, നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതെല്ലാം നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് നല്ല രീതിയിലൊന്ന് പ്രവർത്തിച്ച് നോക്കി ലൈഫിൽ ഒരുപാട് വിജയങ്ങൾ നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ.